നിന്റെ അച്ഛൻ രണ്ടാമത്തെ അച്ഛൻ വിളിക്കണം. നീ തന്നെ സേവ് ചെയ്യണം അച്ഛൻ 2. എടാ അച്ഛന്റെ സെക്കൻഡ് സിമ്മാടാ. അത് ഉപദേശിക്കാൻ വിളിക്കാം. പിന്നെ അല്ല പോമ്മ എടാ സേജുണ്ട്. അവനെ ടൂർ പോണാരും പറഞ്ഞിട്ട് 15-16 ബുക്ക് ചെയ്താ. അതെ വിചാരിച്ചു ഇപ്പൊ പണി പോണം. സാറേ 15ഉം 16ഉം എനിക്ക് പറ്റില്ല സാറേ. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളന്ന് ഫ്രണ്ട്സ് ആയിട്ട് ഒരു ചെറിയൊരു പരിപാടി പ്ലാൻ ചെയ്തിരിക്കുക, ചെറിയൊരു ട്രിപ്പ്. സാർ അന്ന് എന്നെ ഒന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം പ്ലീസ്. എടാ എന്തായി, റൂം ബുക്ക് ചെയ്തോ? ഞാൻ ഒരു കോൾ ചെയ്തിട്ട് വരെ. അല്ല, അവനാരെ വിളിക്കാൻ പോയതാ? അവൻ വല്ല റൂം ബുക്ക് ചെയ്യാൻ പോയതായിരിക്കും. ബാംഗ്ലൂര് കിട്ടുമോ? പിന്നെ അവന് ബാംഗ്ലൂർ ഹൈദരാബാദ് ഒക്കെ ഫുൾ കോണ്ടാക്ട്സ് അല്ലേ. ഭയങ്കര കോണ്ടാക്ട്സ് ഉണ്ട് അവനോട്. അവന്റെ ഫോൺ ഫുൾ കോണ്ടാക്ട്സാ. കിട്ടുമായിരിക്കും. കിട്ടും എന്തായാലും കിട്ടും. കിട്ടിയാ മതിയായിരുന്നു, ടെൻഷൻ ഇല്ലല്ലോ പിന്നെ. അതെ എടാ കിട്ടിയോ? കിട്ടി വയറ് നിറച്ച് കിട്ടി. റൂം കിട്ടിയോ? റൂമാ റൂമിട്ടില്ല. പിന്നെ എന്ത് വിളിക്കാൻ വേണ്ടി, ആരെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ പോയത്? ഞാൻ അച്ഛനെ വിളിക്കാൻ പോയതാണ്. അതെ രാവിലെ അച്ഛൻ. മനസ്സിലായി. അനുരാജ്, ഹലോ എന്താ? അതെ, എനിക്ക് ട്രിപ്പിന് വരാൻ പറ്റില്ല. അനുരാജ് ട്രിപ്പിനില്ലെന്ന്. അല്ലെങ്കിൽ അവസാനം വെച്ച് കാലം മാറുന്ന അവന്റെ സ്ഥിരം ഏർപ്പാടാ. പിന്നെ അവനില്ല ഇവനില്ല എന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ എന്തായാലും ഇല്ല. നിന്റെ തീരുമാനം എന്താ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അനുണ്ടാ? ഇല്ല. ഇവനുണ്ടാ? ഇല്ല. ഞാനും ഇല്ല. ഹലോ സാറേ, 15 മൈനറല്ലേ ആ വർക്ക് ഷെഡ്യൂള്? എന്റെ പേര് കൂടി ഇട്ടോ, ഞാനുണ്ട്. ഓവർ ടൈം. ശരി, നന്നായി വല്ല പണിക്കുമ്പോ. എന്താണ്? അല്ല പണിക്ക് പോകണമെന്നല്ല. പിന്നെ അവനങ്ങനെയാണ്.